ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യൂവിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സർക്കുലർ ക്യൂ. ആൻഡ് വേരിയസ് ടൈപ്പ് ഓഫ് ക്യൂസ് ഇൻക്ലൂഡ് സർക്കുലർ ക്യൂ, ഡി ക്യൂ ആൻഡ് പ്രയോറിറ്റി ക്യൂ. ഫസ്റ്റ് വൺ, സർക്കുലർ ക്യൂ. Okay, what is circular queue or why we use circular queue? For a queue represented using an array, when the rear pointer reaches the end, insertion will be denied even if room is available at the front. One way to avoid this is to use circular array. ഇപ്പം നോക്കാം എന്ത് കാരണത്താലാണ് നമ്മൾ സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നത്, എന്താണ് സർക്കുലർ ക്യൂ, അതാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. സർക്കുലർ ക്യൂ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഓർഡിനറി ക്യൂയുടെ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നത്. അതായത് ഓർഡിനറി ക്യൂവിൽ റിയർ ഈസ് ഈക്വൽ ടു എൻ ആയാൽ, അതായത് നമ്മുടെ ക്യൂവിൻ്റെ മാക്സിമം സൈസായി റിയർ എങ്കിൽ നമുക്ക് ക്യൂവിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്താൽ റിയർ ഈസ് ഈക്വൽ ടു എൻ, ഇഫ് റിയർ ഈസ് ഈക്വൽ ടു എൻ ക്യൂ ഈസ് ഫുൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് പ്രിൻ്റ് ചെയ്യുക. പക്ഷേ ചില കേസിൽ ക്യൂവിൻ്റെ അകത്ത് ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടാവും. ഫ്രണ്ടിൽ ഇലമെൻറ്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല ഓർഡിനറി ക്യൂവിൽ. അപ്പോൾ ആ ഒരു ഡ്രോബാക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കുലർ ക്യൂ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സർക്കുലർ ക്യൂവിൽ നമ്മൾ റിയർ മാക്സിമം സൈസ് ആയാലും ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ടിൽ ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം നോക്കാം. ഫിസിക്കലി എ സർക്കുലർ ക്യൂ ഈസ് ദി സെയിം ആസ് ആൻ ഓർഡിനറി അറേ, സേ എ ഓഫ് 1 to n. അതായത് നമ്മുടെ സർക്കുലർ ക്യൂവിനെ ആയാലും നമ്മൾ എറേ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. എ ഓഫ് 1 to n എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്നത് ലോവർ ബൗണ്ടും n എന്ന് പറയുന്നത് അപ്പർ ബൗണ്ടും ആണ്. പക്ഷേ സർക്കുലർ ക്യൂവിൻ്റെ കേസിൽ നമ്മൾ എ ഓഫ് എൻ കഴിഞ്ഞാൽ നമ്മൾ എ ഓഫ് 1 കൺസിഡർ ചെയ്യും. എന്തുകൊണ്ട്? റിയർ കംപ്ലീറ്റ് ആയാലും മാക്സിമം സൈസ് ആയാലും ഇപ്പോൾ ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സർക്കുലർ ഫോമിലാണ് കൺസിഡർ ചെയ്യുക. എ ഓഫ് എൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് കൺസിഡർ ചെയ്യും? എ ഓഫ് 1, പിന്നെ എ ഓഫ് 2, എ ഓഫ് 3 എക്സെട്ര, എ ഓഫ് എൻ, വീണ്ടും എ ഓഫ് 1. അങ്ങനെയാണ് നമ്മൾ സർക്കുലർ ക്യൂവിനെ കൺസിഡർ ചെയ്യുക. പക്ഷേ ഫിസിക്കലി അത് ഒരു സാധാരണ എറേ ആയിരിക്കും. എ ഓഫ് 1 to n എന്ന് പറയുന്ന എറേ ആയിരിക്കും. പക്ഷെ ലോജിക്കലി പറയുമ്പോൾ എ ഓഫ് എൻ കഴിഞ്ഞാൽ എന്ത് വരും? എ ഓഫ് 1 വരും. ഓക്കെ, സർക്കുലർ ക്യൂ ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ദി ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബേസ്ഡ് ഓൺ ഫിഫോ. ഓപ്പറേഷൻസ് നടക്കുന്നത് ഫിഫോ മാനറിൽ തന്നെയാണ്. ഫിഫോ മീൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ബട്ട് ദി ലാസ്റ്റ് പൊസിഷൻ ഈസ് കണക്റ്റഡ് ബാക്ക് ടു ദി ഫസ്റ്റ് പൊസിഷൻ ടു മേക്ക് എ സർക്കിൾ. പക്ഷേ ലാസ്റ്റ് പൊസിഷൻ ഏതിൽ കണക്ട് ചെയ്യും? ഫസ്റ്റ് പൊസിഷനിൽ കണക്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ ഫോം ചെയ്യും. അതായത് n കഴിഞ്ഞാൽ നമ്മൾ എ ഓഫ് 1 ഫ്രീ ആണെങ്കിൽ എ ഓഫ് 1 ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യും. അതാണ് സർക്കുലർ ക്യൂ. അതായത് ക്യൂവിൻ്റെ ഡ്രോബാക്ക് ഓവർകം ചെയ്യാനാണ് നമ്മൾ സർക്കുലർ ക്യൂ യൂസ് ചെയ്യുന്നത്. സർക്കുലർ ക്യൂവിനെ നമ്മൾ റിംഗ് ബഫർ എന്നും കൂടി പറയും. അതാണ് സർക്കുലർ ക്യൂവിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറും ഉണ്ട്, ലോജിക്കൽ സ്ട്രക്ചറും ഉണ്ട്. ഫിസിക്കൽ സ്ട്രക്ചർ പറയുമ്പോൾ A1, A2, A3 എക്സെട്ര എ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ ലോജിക്കലി പറയുമ്പോഴെന്നാൽ 0, 1, 2, 3 എക്സെട്ര 7 കഴിഞ്ഞ് വീണ്ടും 0, 1, 2, 3 ഇങ്ങനെ സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. 7 കഴിഞ്ഞാൽ നമുക്ക് 0th ലൊക്കേഷൻ്റെ ഇലമെൻറ്റ് ഫ്രീ ആണെങ്കിൽ നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യും. അതാണ് ലോജിക്കൽ സ്ട്രക്ചറും ഫിസിക്കൽ സ്ട്രക്ചർ. ലോജിക്കൽ സ്ട്രക്ചർ നമ്മൾ സർക്കുലർ ഫോമിലാണ് അറേഞ്ച് ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ സർക്കുലർ ക്യൂവിൻ്റെ ഓപ്പറേഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് സർക്കുലർ ക്യൂവിൽ സാധാ ക്യൂവിൽ പെർഫോം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് 2 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. എൻ ക്യൂയും ഡി ക്യൂയും ആണ് നമ്മുടെ ഓപ്പറേഷൻ. എൻ ക്യൂയും ഡി ക്യൂയും ആണ് നമ്മുടെ ഓപ്പറേഷൻ. ഇവിടെ സർക്കുലർ ക്യൂ ആയതുകൊണ്ട് എൻ ക്യൂ സി ക്യൂന്നും അതേപോലെ
ഡിലീഷൻ്റെ കേസിൽ ഡി ക്യു സി ക്യു എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അൽഗോരിതം പറയുമ്പോൾ ഇൻപുട്ട് വേണം, ഔട്ട്പുട്ട് വേണം, ഡാറ്റാ സ്ട്രക്ചർ വേണം. നമുക്കിവിടെ ഒരു ഐറ്റത്തിന് ഇൻപുട്ട് ചെയ്യിക്കുക വേണ്ട, ഐറ്റമാണ് ഇൻപുട്ട് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരു സർക്കുലർ ക്യൂവിൽ ഐറ്റം ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഐറ്റമാണ് ഇൻപുട്ടായി കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് ഇൻസേർട്ട് ചെയ്ത ഒരു സർക്കുലർ ക്യൂ ആണ്. ഐറ്റം ഇൻസേർട്ട് ചെയ്ത ഒരു സർക്കുലർ ക്യൂ ആണ് കിട്ടുക. അതായത് ഇപ്പം നമ്മുടെ ക്യൂ ഫുൾ അല്ലെങ്കിൽ റിയർ ഫുൾ ആയാലും ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു സർക്കുലർ ക്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റാ സ്ട്രക്ചർ സി ക്യൂ ആണ്, സർക്കുലർ ക്യൂ ആണ്. അതിന് 2 പോയിൻ്റർ ഉണ്ട്, ഒന്ന് ഫ്രണ്ടും ഉണ്ട്, ഒന്ന് റിയറും ഉണ്ട്, സാധാ ക്യൂവിൻ്റെ ഓപ്പറേഷൻസ് പറയുന്ന പോലെ. അപ്പോൾ നമുക്കൊരു ഐറ്റത്തിനെ നമുക്ക് ക്യൂലോട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ക്യൂ ഫുള്ളാണോ അല്ല ക്യൂ എം ടി ആണോ എന്നാണ് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0. എന്താ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0, റിയർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യൂ എം ടി ആണ്, നമ്മുടെ സർക്കുലർ ക്യൂ എം ടി ആണ്. അപ്പോൾ എം ടി ക്യൂലോട്ട് ഒരു പുതിയ എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടും റിയറും എന്താകും? 1 വെച്ച് ഇൻക്രിമെൻ്റ് ചെയ്യല്ലേ, 1 ആവും. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 1, റിയർ ഈസ് ഈക്വൽ ടു 1 ആവും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? സർക്കുലർ ക്യൂവിൻ്റെ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതാണ് സി ക്യൂ ഫ്രണ്ട്. സി ക്യൂ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഐറ്റം. ഐറ്റത്തിനെ നമ്മൾ എവിടെ ഇൻസേർട്ട് ചെയ്യും? ക്യൂവിൻ്റെ ഫ്രണ്ടിലോട്ട് ഇൻസേർട്ട് ചെയ്യും. ഇനി അതല്ല, നമുക്ക് ഫ്രണ്ടിലല്ല ഇൻസേർട്ട് ചെയ്യേണ്ടത്, വേറെ ഏതെങ്കിലും പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അല്ല അതല്ല, പിന്നെ ക്യൂവിൻ്റെ അകത്ത് ഇലമെൻറ്റ്സ് ഉണ്ട്. ഇലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക? നമ്മൾ റിയറിലാണ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ റിയർ എങ്ങനെയാണ് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ. പക്ഷേ സാധാരണ കേസിൽ ക്യൂവിലെ റിയർ എങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക? റിയർ ഈസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് ഇൻസേർട്ട് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ സർക്കുലർ ഫോമിൽ വരുന്നത് കൊണ്ട് റിയർ ഈസ് ഈക്വൽ ടു റിയർ പ്ലസ് 1 എന്നല്ല കൊടുക്കുക. ഇവിടെ നമ്മൾ പുതിയ വേരിയബിൾ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു റിയർ മോഡ് ലെങ്ത്ത് പ്ലസ് 1. ഇവിടെ ലെങ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അറേൻ്റെ സൈസാണ് ലെങ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിയർ മോഡ് ലെങ്ത്ത് പ്ലസ് 1. എന്നിട്ട് ആ കിട്ടുന്ന നെക്സ്റ്റും ഫ്രണ്ടും ഈക്വൽ ആണോ എന്ന് നോക്കും. നെക്സ്റ്റും ഫ്രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താ? നമുക്ക് ക്യൂ ഫുള്ളാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പ്രിൻ്റ് ചെയ്യും. ഇനി അതല്ല, നെക്സ്റ്റ് നോട്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് ആണെങ്കിൽ നമ്മൾ ഈ കണ്ടുപിടിച്ച പുതിയ നെക്സ്റ്റിൻ്റെ വാല്യൂ നമ്മൾ റിയറിലോട്ട് അസൈൻ ചെയ്യും. റിയർ ഈസ് ഈക്വൽ ടു നെക്സ്റ്റ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സി ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു ഐറ്റം. സി ക്യൂവിൻ്റെ റിയറിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുക അല്ലേ? റിയർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യുക, റിയറിലോട്ടാണ് ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസേർഷൻ്റെ അൽഗോരിതം. ഇനി അതേപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യുമ്പോഴും നമുക്ക് എന്താ വേണ്ടേ? ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താ? ഒരു ക്യൂ ആണ് കൊടുക്കുന്നത്. സി ക്യൂവിൻ്റെ അറേ റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുന്നത്. അതിന് 2 പോയിൻറ്റേഴ്സ് ഉണ്ട്, ഫ്രണ്ടും റിയറും. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്നാ? ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ എന്തുണ്ടാവും? ഏത് ഐറ്റമാണോ ഡിലീറ്റ് ചെയ്തത് ആ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ ഉണ്ടാവും. പിന്നെ എന്താ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റാ സ്ട്രക്ചർ സർക്കുലർ ക്യൂ ആണ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നാ ചെക്ക് ചെയ്യുക? ഇപ്പോൾ ഫ്രണ്ടും റിയറും ഈസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ, ഫ്രണ്ട് റിയർ ഈക്വൽ ആണോ എന്നല്ല, നമ്മുടെ ക്യൂവിൻ്റെ അകത്ത് ഇലമെൻ്റ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ക്യൂവിൻ്റെ അകത്ത് ഇലമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 നോക്കും. ഫ്രണ്ട് 0 ആണെങ്കിൽ നമ്മളെ ക്യൂ എം ടി ആയിരിക്കും. നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഇലമെൻ്റ് ഇല്ല അതിൽ. ക്യൂ ഈസ് എം ടി എന്ന് പറഞ്ഞ് എറർ മെസ്സേജ് പ്രിൻ്റ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യും. ഇനി അതല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള ഐറ്റത്തിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആ ഐറ്റം നമ്മൾ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതാണ് ഐറ്റം ഈസ് ഈക്വൽ ടു സി ക്യൂ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ആ ഫ്രണ്ടിലുള്ളതിന് ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. ഇനിയിപ്പം നമ്മുടെ ക്യൂവിൻ്റെ അകത്ത് ഒരു ഇലമെൻറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അതായത് ഫ്രണ്ടും റിയറും ഈക്വൽ ആണെങ്കിൽ അവിടെ ഒരു ഇലമെൻറ്റേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ ഇലമെൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടും റിയറും എന്തായിട്ട് സെറ്റ് ചെയ്യും? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0, റിയർ ഈസ് ഈക്വൽ ടു 0 ആയിട്ട് സെറ്റ് ചെയ്യും അല്ലേ? ഐറ്റം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം അല്ലേ? ഒരു ഇലമെൻറ്റ് പോയാൽ അടുത്ത ഫ്രണ്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഒരു ഇലമെൻറ്റേ ഉള്ളൂ എങ്കിൽ ആ ഇലമെൻറ്റ് പോയാൽ ഫ്രണ്ടും 0 ആവും, റിയറും 0 ആവും. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യും? ഫ്രണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രണ്ട് മോഡ് ലെങ്ത്ത് പ്ലസ് 1. സാധാരണ കേസിൽ ക്യൂവിൻ്റെ കേസിൽ നമ്മൾ ഫ്രണ്ട് കണ്ടുപിടിക്കുക. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 എന്നാണ് കണ്ടുപിടിക്കുക. പക്ഷേ ഇവിടെ സർക്കുലർ ക്യൂ ആയതുകൊണ്ട് ഫ്രണ്ട് മോഡ് ലെങ്ത്ത് പ്ലസ് 1 എന്ന് പറഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുക.
അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് സർക്കുലർ ക്യൂവിൻ്റെ എൻ ക്യൂയും ഡി ക്യൂയും. ഡി ക്യൂ ചെയ്യുമ്പോൾ ക്യൂ എം ടി ആണെന്ന് നോക്കി, എം ടി ആണെങ്കിൽ ഡിലീഷൻ പോസിബിൾ അല്ല അല്ലേ, ക്യൂ ഈസ് എം ടി എന്ന് പറഞ്ഞൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കും. അല്ലാത്ത കേസിൽ ക്യൂവിൻ്റെ ഫ്രണ്ടിലുള്ള ഐറ്റമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ആ ഫ്രണ്ടിലുള്ള ഐറ്റത്തിന് ഫ്രണ്ടിലുള്ള വാല്യൂവിനെ നമ്മൾ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അതിന് ശേഷം നമ്മൾ നോക്കും നമ്മുടെ ക്യൂവിൽ ഒരു ഇലമെൻ്റാണോ ഉള്ളത്, ഒരു ഇലമെൻ്റാണ് ഉള്ളതെങ്കിൽ ഫ്രണ്ടും റിയറും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടും സീറോ റിയറും സീറോ ആയിട്ട് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പുതിയ ഫ്രണ്ട് എങ്ങനെ കണ്ടുപിടിക്കും, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് മോഡ് ലെങ്ത് പ്ലസ് 1 ആ രീതിയിലാണ് കണ്ടുപിടിക്കുക. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് കൺസിഡർ എ സർക്കുലർ ക്യൂ ഓഫ് ലെങ്ത് ഈക്വൽ ടു 4. അതായത് 4 എലമെൻസിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സർക്കുലർ ക്യൂ. എന്നിട്ട് അതിൽ ഈ പറഞ്ഞ ഓപ്പറേഷൻസ് എങ്ങനെയാണ് പെർഫോം ചെയ്യാന്നാണ് പറയുന്നത്. എൻ ക്യു എ ഡി എൻ ക്യു ബി എൻ ക്യു സി എൻ ക്യു ഡി ഡി ക്യു എൻ ക്യു ഡി ക്യു എൻ ക്യു എഫ് ഡി ക്യു ഡി ക്യു ഡി ക്യു ഡി ക്യു. അപ്പോൾ എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അറേൻ്റെ സൈസ് അല്ലെങ്കിൽ നമ്മൾ ക്യൂവിൻ്റെ സൈസ് 4 4 എലമെൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ ഇനീഷ്യലി അതെന്തായിരിക്കും, ഇനീഷ്യലി എന്തായിട്ടാണ് വരിക, ഇനീഷ്യലി നമ്മുടെ ക്യൂ എം ടി ആണ്. ഇനീഷ്യലി ക്യൂ എം ടി എന്ന് പറയുമ്പോൾ എന്ത് വരും, ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 റിയർ ഈസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. അപ്പം നോക്കാം. അപ്പം നോക്കാം, ഇനീഷ്യലി നമ്മുടെ ക്യൂ എം ടി ആണ്. ഇനീഷ്യലി ക്യൂ എം ടി 4 എലമെൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ ക്യൂ ആണ്. ഇനീഷ്യലി ക്യൂ എം ടി ആണ്, ഫ്രണ്ടും 0 റിയറും 0 ആണ്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യേണ്ടത് ഒരു ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടത് എന്ന് പറയുന്ന ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യണം. അതാണ് എൻ ക്യൂ ഓഫ് എ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക ഫ്രണ്ട് 0 ആണോ നോക്കുക. നമ്മളെ ഫ്രണ്ട് 0 ആണ്, റിയറും 0 ആണ്. അപ്പോൾ ഒരു ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും 1 ആവും റിയറും 1 ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സി ക്യൂവിൻ്റെ ഫ്രണ്ടിലോട്ട് ഇലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യുക. സി ക്യൂവിൻ്റെ ഫ്രണ്ട് 1 ആയതുകൊണ്ട് സി ക്യൂ ഓഫ് 1 അതായത് എ എന്ന് പറയുന്ന ഐറ്റത്തിനെ 1 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇൻസേർട്ട് ചെയ്തു. ഇനി അവർ നമ്മളോട് പറയുന്നത് അടുത്ത ഐറ്റത്തിന് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഐറ്റം ബി ആണ്. അപ്പം നമ്മൾ നോക്കും ഫ്രണ്ട് 0 ആണോ നോക്കും. അല്ല, ഇപ്പോൾ ഒരു ഇലമെൻ്റ് ഉണ്ട്, ഫ്രണ്ടും 1 ആണ് റിയറും 1. അപ്പോൾ ഫ്രണ്ട് ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0 ആണ്. ഫ്രണ്ട് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു റിയർ മോഡ് ലെങ്ത് പ്ലസ് 1. അപ്പോൾ ഇവിടുത്തെ റിയർ 1 ആണ്, മോഡ് എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ആണ്, ലെങ്ത് എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 1 മോഡ് 4 എന്ന് പറഞ്ഞാൽ 1 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആണ്. അപ്പോൾ 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ അതായത് ഇനിയത്തെ അപ്പോൾ നമ്മൾ നോക്കും നെക്സ്റ്റും ഫ്രണ്ടും ഈക്വൽ ആണോ നോക്കും. നെക്സ്റ്റിൻ്റെ വാല്യൂ 2ഉം ഫ്രണ്ടിൻ്റെ വാല്യൂ 1ഉം ആണ്. അപ്പോൾ 2 നോട്ട് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, നമ്മൾ റിയറിൻ്റെ വാല്യൂ നെക്സ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിയറിൻ്റെ വാല്യൂ ഇനി എന്തായിട്ട് കൊടുക്കും, റിയർ ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സി ക്യൂ ഓഫ് 2ലോട്ടാണ് നമ്മൾ ബീനെ ഇൻസേർട്ട് ചെയ്യണം. ബീനെ നമ്മൾ എവിടെ ഇൻസേർട്ട് ചെയ്തു, 2 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ഫ്രണ്ട് 1ഉം റിയർ 2ഉം ആണ്. ഇനി നമുക്ക് വീണ്ടും ഒരു ഐറ്റത്തിന് ഇൻസേർട്ട് ചെയ്യണം. നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഐറ്റം സി ആണ്. അപ്പോൾ നമ്മൾ നോക്കും ഫ്രണ്ട് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നോക്കും. നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നെക്സ്റ്റ് കണ്ടുപിടിക്കും റിയർ മോഡ് ലെങ്ത് പ്ലസ് പിന്നെ നെക്സ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു റിയർ മോഡ് ലെങ്ത് പ്ലസ് 1 ആണ്. ഇപ്പോഴത്തെ റിയർ 2 ആണ്. 2 മോഡ് 4 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഇനിയത്തെ കേസിൽ എന്താ നെക്സ്റ്റും ഫ്രണ്ടും ഈക്വൽ അല്ല. നെക്സ്റ്റും ഫ്രണ്ടും ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിയർ ഈസ് ഈക്വൽ ടു നെക്സ്റ്റ് അതായത് റിയർ 3 ആണ്. സി ക്യൂ ഓഫ് റിയറിലോട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, നമ്മൾ സീനെ ഇൻസേർട്ട് ചെയ്യും. അതായത് ഇനി റിയർ 3 ആയി, സി ക്യൂ ഓഫ് 3ലോട്ട് നമ്മൾ സി ഇൻസേർട്ട് ചെയ്തു. ഇനിയും നമ്മൾ എൻ ക്യൂ ഓപ്പറേഷനാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ ക്യൂ ഡി വീണ്ടും നോക്കും ഫ്രണ്ട് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് നോക്കും. ഫ്രണ്ട് നോട്ട് ഈക്വൽ ടു 0 ആണ്. വീണ്ടും നെക്സ്റ്റ് കണ്ടുപിടിക്കും റിയർ മോഡ് ലെങ്ത് പ്ലസ് 1. ഇപ്പോഴത്തെ റിയർ 3 ആണ്, ലെങ്ത് 4 ആണ്. 3 മോഡ് 4 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3 വരും. 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4 വരും. ഇനിയത്തെ റിയർ 4 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും, സി ക്യൂ ഓഫ് റിയറിലോട്ട് സി ക്യൂ ഓഫ് 4ലോട്ട് നമ്മൾ ഡീനെ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ റിയർ 4 ആയി, ഫ്രണ്ട് 1 ആയി. ഇനി നമ്മൾ ഡി ക്യൂ ഓപ്പറേഷനാണ് ചെയ്യുക. ഡി ക്യൂ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും നമ്മൾ ക്യൂ എന്താ എം ടി ആണോ എന്ന് നോക്കും. നമ്മളെ ക്യൂ എം ടി അല്ല, നമ്മുടെ ക്യൂവിൽ 4 ഇലമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ 1 ആണെന്നുള്ളത്. അപ്പോൾ ഫ്രണ്ടിലുള്ള ഇലമെൻ്റ് നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സി ക്യൂ ഓഫ് ഫ്രണ്ട് ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ആയതിൻ്റെ സി ക്യൂ ഓഫ് 1 സി ക്യൂ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എ ആണ്. നമ്മുടെ ഐറ്റം എന്ന് പറയുന്ന വേരിയബിളിൽ എൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യും.
എ ആണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയത്തെ ഫ്രണ്ട് നമുക്ക് കിട്ടേണ്ടത് 2 ആണ്. അപ്പോൾ ഫ്രണ്ട് കിട്ടേണ്ട ഇക്വേഷൻ എന്താ? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് മോഡ് ലെങ്ത്ത് പ്ലസ് 1. ഇപ്പോഴത്തെ ഫ്രണ്ട് 1 ആണ്, മോഡ് ലെങ്ത്ത് എന്ന് പറയുന്ന 4 ആണ്. അപ്പോൾ 1 മോഡ് 4 എന്ന് പറഞ്ഞാൽ 1, 1 + 1 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് 2 കിട്ടി. അതായത് ഒന്നാമത്തായിട്ട് എ പോയി. ഇനിയിപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് 2 ആണ്, റിയർ എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻസേർഷൻ ആണ് ചെയ്യേണ്ടത്, NQE ആണ് ചെയ്യേണ്ടത്. ഫ്രണ്ട് 0 എന്ന് നോക്കുക, അല്ല. ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കണം റിയർ മോഡ് ലെങ്ത്ത് പ്ലസ് 1. നമ്മളെ റിയർ എത്രയാണ്? നമ്മുടെ റിയർ ഇപ്പോഴെത്രയാണ്? 4 ആണ്. അപ്പോൾ 4 മോഡ് 4 എന്ന് പറഞ്ഞാൽ 0. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് വരിക. 0 + 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇനിയത്തെ റിയർ എന്താവും? 1 വരും. ആ 1ലാണ് CQ(1)ലാണ് നമുക്ക് ഏത് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ഈ എന്ന് പറയുന്ന ഐറ്റത്തിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ റിയർ ഇനി 1ഉം ഫ്രണ്ട് ഇനി 2 ആണ്. ഇനി നോക്കുക, ഇനി എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത് നോക്കുക. ഇനി നമുക്ക് പെർഫോം ചെയ്യേണ്ടത് DQ ഓപ്പറേഷനാണ്. DQ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഫ്രണ്ട് 0 അല്ല, ഫ്രണ്ട് 0 അല്ലെങ്കിൽ CQ ഫ്രണ്ട് ഐറ്റത്തിലോട്ട് സ്റ്റോർ ചെയ്യുക, അതായത് ഡിലീറ്റ് ചെയ്യേണ്ട ഐറ്റം. ഇപ്പോൾ ഫ്രണ്ട് എന്ന് പറയുന്നത് 2 ആണ്, CQ(2) എന്ന് പറഞ്ഞത് B ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഐറ്റത്തിൽ B സ്റ്റോർ ചെയ്യും. പുതിയ ഫ്രണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് മോഡ് ലെങ്ത്ത് പ്ലസ് 1. പഴയ ഫ്രണ്ട് 2 ആണ്, 2 മോഡ് 4. 2 മോഡ് 4 + 1. 2 മോഡ് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനിയത്തെ ഫ്രണ്ട് 3 ആണ്, പിന്നെ 3 ആണ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? NQF ചെയ്യണം. പുതിയ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എഫിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എഫിനെ ഇൻസേർട്ട് ചെയ്യണം. എഫിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും നോക്കും, ഫ്രണ്ട് ≠ 0. നെക്സ്റ്റ് എന്ന് പറയുന്ന റിയർ മോഡ് ലെങ്ത്ത് പ്ലസ് 1. നമ്മളെ റിയർ 1 ആണ്. 1 മോഡ് 4 എന്ന് പറഞ്ഞാൽ 1, 1 + 1 എന്ന് പറഞ്ഞാൽ 2. റിയർ 2 ആവും. CQ ഓഫ് റിയറിൽ F ഇൻസേർട്ട് ചെയ്യും, അതായത് സെക്കൻഡ് ലൊക്കേഷനിൽ F ഇൻസേർട്ട് ചെയ്ത്. ഇനിയത്തെ റിയർ 2ഉം ഫ്രണ്ട് 3ഉം അതിന് നമുക്ക് DQ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. സീനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഐറ്റത്തിലോട്ട് C വരും. പിന്നെ നമുക്ക് പുതിയ ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. പുതിയ ഫ്രണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രണ്ട് മോഡ് ലെങ്ത്ത് പ്ലസ് 1. ഇപ്പോഴത്തെ ഫ്രണ്ട് 3 ആണ്. അപ്പോൾ 3 മോഡ് 4. 3 മോഡ് 4 എന്ന് പറഞ്ഞാൽ 3 + 1 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ എന്താ? ഇനിയത്തെ ഫ്രണ്ടിൻ്റെ വാല്യൂ 4 ആണ്. ഫ്രണ്ടിലുള്ളത് D ആണ്. ഇനി നമുക്ക് വീണ്ടും DQ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. DQ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ Q ഓഫ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ CQ(4). CQ(4) എന്ന് പറഞ്ഞാൽ D. ഐറ്റം ഡിലീറ്റ് ചെയ്യുന്ന ഐറ്റം D ആണ്. ഫ്രണ്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് മോഡ് ലെങ്ത്ത് പ്ലസ് 1. ഇപ്പോഴത്തെ ഫ്രണ്ട് 4 ആണ്. 4 മോഡ് 4 എന്ന് പറഞ്ഞാൽ 0 + 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇനിയത്തെ ഫ്രണ്ട് 1 ആവും, ഈൻ്റെ ലൊക്കേഷൻ ആവും. പിന്നെ റിയർ എന്ന് പറയുന്നത് 2 ആവും. ഇനി നമുക്ക് ഡിലീഷൻ ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ഫ്രണ്ടാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. CQ(1) അല്ലേ? ഫ്രണ്ടിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ CQ(1) എന്ന് പറഞ്ഞാൽ ഈ ഡിലീറ്റ് ചെയ്യും. ഫ്രണ്ട് പുതിയ വാല്യൂ കണ്ടുപിടിക്കും. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് മോഡ് ലെങ്ത്ത് പ്ലസ് 1. അപ്പോൾ ഇപ്പോഴത്തെ ഫ്രണ്ട് 1 ആണ്. 1 മോഡ് 4 എന്ന് പറഞ്ഞാൽ 1, 1 + 1 എന്ന് പറഞ്ഞാൽ 2. ഇനിയത്തെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ 2 വരും. റിയർ എന്ന് പറഞ്ഞാലും 2 വരും. വീണ്ടും നമുക്ക് DQ ആണ് ചെയ്യേണ്ടത്. DQ ചെയ്യുമ്പോൾ CQ(2) എന്ന് പറഞ്ഞാൽ F ഡിലീറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുന്നത് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ ആണോ നോക്കുന്നുണ്ട്. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ ആണെങ്കിൽ ഇവിടെ ഫ്രണ്ട് റിയർ ഈക്വൽ 2 2 2 ആയതുകൊണ്ട് നമ്മൾ ഐറ്റത്തിനെ ഡിലീറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ഫ്രണ്ട് റിയറും എന്തായി മാറും? ഇനി എലമെൻ്റ് ഒന്നുമില്ല, നമ്മുടെ Q empty ആണ്. നമ്മുടെ Q empty ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0, റിയർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്യാം, അല്ലേ? ഈ 2ഉം കൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ Q എങ്ങനെയാണ് വരിക? Q ഈസ് ഈക്വൽ ടു 1 2 3 4. അപ്പം ഇങ്ങനെയാണ് വരിക. ഇനി എന്തില്ല? empty Q ആണ് കിട്ടും. empty Q കിട്ടും. പിന്നെ അതേപോലെ എന്താ? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0, റിയർ ഈസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇതാണ് നമ്മുടെ സർക്കുലർ ക്യൂയും സർക്കുലർ ക്യൂവിൻ്റെ ഇൻസേർഷൻ ഡിലീഷൻ ഓപ്പറേഷനും. ഓക്കെ.